ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വഴുതനങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വഴുതനങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇത് വഴുതനങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതുപോലെ വഴുതനങ്ങ വഴറ്റിയെടുക്കണം. വെള്ളത്തിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് നമ്മൾ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റുമ്പോൾ തന്നെ വഴുതനങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ വഴുതനയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ നല്ല ജീരകം ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അതായത് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു ചെറിയ തക്കാളി കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കറിയിലേക്ക് ഉണ്ട വഴുതനങ്ങയോ അല്ലെങ്കിൽ നീളത്തിലുള്ള പച്ച വഴുതനങ്ങയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് രണ്ടും വെച്ചിട്ട് കറി തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് വഴുതനങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ട വഴുതനങ്ങ മാത്രമാണെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ പച്ച മാത്രമാണെങ്കിൽ അങ്ങനെയോ തയ്യാറാക്കാം. ഇതെല്ലാം മിക്സായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വഴുതനങ്ങ കറി തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.